നമസ്കാരം, നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാന സഹകരണ യൂണിയനും സഹകരണ വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന 71ാമത് അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തിന്റെ തൊടുപുഴ താലൂക്ക് തല ഉദ്ഘാടനം 2024 നവംബർ 19 സമുചിതമായ പരിപാടികളോടെ തൊടുപുഴയിൽ ചിന്ന ഓഡിറ്റോറിയത്തിൽ നടത്തപ്പെട്ടു. സർക്കിൾ സഹകരണ യൂണിയൻ സെക്രട്ടറി ഗിതു എസ് സ്വാഗതം പറഞ്ഞു. തൊടുപുഴ സർക്കിൾ സഹകരണ യൂണിയന്റെ അമരക്കാരൻ, തൊടുപുഴ അർബൻ സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റ്, ഇങ്ങനെ വിവിധ മേഖലകളിൽ തന്നെ പ്രാഗൽഭ്യം തെളിയിച്ച നമ്മുടെ സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ ശ്രീ വി ബി മത്തായി അവരുടെ സഹകരണ യൂണിയൻ ചെയർമാൻ ശ്രീ വി ബി മത്തായി യോഗത്തിന് അധ്യക്ഷത വഹിച്ചു. ഉദ്ഘാടന ചടങ്ങ് കേരള ബാങ്ക് ഡയറക്ടർ കെ വി ശശി, CPI സഹാവ് PP ജോയ്, കേരള കോൺഗ്രസ് എം ജയകൃഷ്ണൻ പുതിയടുത്ത്, ബിനോയ് ജേക്കബ്, മറ്റ് സഹകരണ ബാങ്ക് പ്രതിനിധികൾ, രാഷ്ട്രീയ നേതാക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു ഉദ്ഘാടന ചടങ്ങ്. സഹകരണ വാരാഘോഷമായി എല്ലാ വർഷവും ആചരിച്ചു വരികയും ഗാന്ധിയുടെ ജന്മദിനത്തിനോടനുബന്ധിച്ച് നടത്തുന്ന കുട്ടികളുടെ നൈസർഗിക കലാവാസനകളെ പരിപോഷിക്കാനായിട്ട് നടത്തപ്പെടുന്ന പ്രസംഗ പ്രബന്ധ മത്സരങ്ങളും അവയുടെ സമ്മാനദാനവും ഇന്നിവിടെ നിർവഹിക്കപ്പെടുകയാണ്. സംസ്ഥാനതല ഉദ്ഘാടനം കഴിഞ്ഞ 14-ാം തീയതി എറണാകുളത്ത് കേരളത്തിന്റെ ആദരണീയനായ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ, സഹകരണ വകുപ്പ് മന്ത്രി VN ദാസന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വെച്ച് കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിലെ പ്രഗത്ഭരടക്കം പ്രതിപക്ഷ നേതാവടക്കം പങ്കെടുത്തുകൊണ്ടുള്ള വളരെ ആവേശകരമായ യോഗത്തിൽ നടത്തുകയുണ്ടായി. നെടുങ്കണ്ടത്ത് വെച്ച് വൈവിധ്യമാർന്ന പരിപാടികളോടുകൂടി നടക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കേരളത്തിലെമ്പാടും താലൂക്ക് തല പരിപാടികൾ നടന്നു വരിക. വാരാഘോഷ പരിപാടി തൊടുപുഴ സർക്കിൾ സഹകരണ യൂണിയൻ അതിൻ്റെ യോഗം ചേർന്നുകൊണ്ട് നമ്മളൊക്കെ തന്നെ ചർച്ച ചെയ്ത് തീരുമാനിച്ചു. എന്നാൽ വളരെ യാദർച്ഛികമായി സർക്കിൾ സഹകരണ യൂണിയന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായി പങ്കെടുത്തുകൊണ്ടിരുന്ന ദീപക്കടക്കം, അതുപോലെ കക്കുലി അടക്കമുള്ള ഹിന്ദുസുധാരങ്ങളടക്കം നാട്ടിലെ കൊള്ളാവുന്ന വീടുകളിലെ സ്ത്രീകളെ അതിൻ്റെ ഏജന്റുമാരായി നിയമിച്ച് 12% പലിശ ഓഫർ ചെയ്ത് വലിയ നിലയിൽ ഡെപ്പോസിറ്റ് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ആര് നിയന്ത്രിക്കും? നമ്മുടെ കേരളത്തിലെ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ രജിസ്ട്രാറുടെ കീഴിലാണ് ശക്തമായ സഹകരണ ഡിപ്പാർട്ട്മെന്റ്. ആ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കാൻ ഇപ്പോൾ ഗ്രൂപ്പ് ഓഡിറ്റിംഗ് അടക്കമുള്ള സംവിധാനത്തിലൂടെ സഹകരണ മേഖലയെ പ്രവർത്തനങ്ങളെ എപ്പോഴും നിരീക്ഷിക്കാനുള്ള സംവിധാനങ്ങളും അതുപോലെ തന്നെ ഡെപ്പോസിറ്റിനെ സർക്കാരിന്റെ ഗ്യാരണ്ടി അടക്കം ഏർപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളുടെ വിശ്വാസ്യത പിടിച്ചു നിർത്താൻ വേണ്ട പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നിയന്ത്രണം മനസ്സിലാക്കാൻ കഴിഞ്ഞത് ശരിയാണ് എങ്കിൽ ഏതാണ്ട് 400 കോടി രൂപയിലധികമുള്ള അഴിമതി നടന്ന് ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ഇനി ഈ നടപടിയുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്ന അർത്ഥത്തിൽ തീരുമാനിച്ചിരിക്കുന്നു. കാരണം ഇതിനൊരു നിയന്ത്രണം നമ്മുടെ രജിസ്ട്രാറുടെ കീഴിലില്ല, നമ്മുടെ സഹകരണ ഡിപ്പാർട്ട്മെന്റുമായി അതുകൊണ്ട് ഇതിന്റെ പിന്നിൽ ലക്ഷ്യം എന്ന് പറയുന്നത് കേരളത്തിന്റെ സഹകരണ മേഖലയെ തകർക്കുക. 2.5 ലക്ഷം കോടി രൂപ നമുക്ക് ഡെപ്പോസിറ്റ് ഉണ്ട്. ഈ ലോകത്ത് കഴിഞ്ഞ് 34 വർഷമായിട്ട് വന്നിരിക്കുന്ന ഒരു മാറ്റം അത് ആഗോളവൽക്കരണ സാമ്പത്തിക നയമാണ്. ഈ സാമ്പത്തിക നയത്തിന്റെ ഭാഗമായി സ്വകാര്യ മേഖലയിലേക്ക് എങ്ങനെ ഈ പണത്തെത്തിച്ചു? ഇന്ത്യക്ക് വെളിയിൽ നിന്നാണ് ഞങ്ങളുടെ വന്ന് താമസിക്കുന്ന ആളുകൾ പണം നിക്ഷേപിക്കുന്നത്. അപ്പോൾ നാഷണലൈസ്ഡ് ബാങ്കിൻ്റെ അക്കൗണ്ട് വേണം. ഞങ്ങൾ കഴിഞ്ഞ 4-5 മാസമായി ബാങ്കിൻ്റെ പേര് മൂന്നാർ സർവീസ് സഹകരണ ബാങ്ക് എന്ന പേരിൽ ഒരു അക്കൗണ്ട് തുടങ്ങാൻ ശ്രമിച്ചത്. ഇന്നലെ SBIയിൽ ആ അക്കൗണ്ട് ചേരാൻ പറ്റിയുള്ള എന്ന് പറഞ്ഞ്, കാരണം റിസർവ് ബാങ്ക് ബാൻ ചെയ്തിരിക്കുക, ബാങ്ക് എന്ന പേര് ഉപയോഗിക്കാൻ പാടില്ല. എങ്ങനെയൊരു സ്ഥാപനം പ്രവർത്തിച്ചു പോകും?